പച്ചരി വെച്ച് വളരെ എളുപ്പത്തിൽ ഒരു പലഹാരം തയ്യാറാക്കിയാലോ. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ml കപ്പിന് 1 കപ്പ് പച്ചരിയാണ്. ഇതൊരു 3 മണിക്കൂർ നേരം നമുക്ക് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 3 മണിക്കൂറായിട്ടുണ്ട്. പച്ചരിയെല്ലാം നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. വെള്ളം മാറ്റിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇതുപോലെ കട്ടിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടുന്നത് ശർക്കരയാണ്. 150 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് പാനിയാക്കിയിട്ട് വരാം. കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയിലോ നെയ്യിലോ ഇതൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. ശർക്കരപ്പാനി നമുക്ക് ചൂടോടുകൂടി ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെയാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ടത്. നന്നായി ഇളക്കി കൊടുക്കാം. നല്ല കട്ടിയിലാണ് മാവിരിക്കുന്നത്. ബാക്കിയുള്ള ശർക്കരപ്പാനി കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാവുന്നതാണ്. ഈ ഒരളവിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പുപൊടിയും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരളവിലാണ് കിട്ടിയിരിക്കുന്നത്. ദോശമാവിൻ്റെയൊക്കെ ഒരളവിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത്രയും മതിയാകും. അടി കുഴിഞ്ഞ ഒരു ചട്ടിയിലേക്ക് നമുക്കിത് കുറച്ചായി ഒഴിച്ചു കൊടുക്കാം. അപ്പച്ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് നമുക്ക് നെയ്യ് തൂത്ത് കൊടുക്കാം. ഇനി മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് പരത്തി കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് വെച്ച് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി മൂടി വെച്ച് ഒരു 3 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. നല്ല ആരെടുത്ത ഒരു പലഹാരമാണിത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.